പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ച അർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നും നിന്നയിൽ തുടരുവാൻ, എന്നും പരിഹാസത്തിൽ തന്നെ തുടരുവാൻ അനുവദിക്കാതെ, അതിനൊരു കാലപരിധി വെച്ച്, അതിനൊരു സമയപരിധി വെച്ച് നമ്മെ അതിനകത്തു നിന്നും എഴുന്നേൽപ്പിക്കുന്ന ചില ദുഷികൾക്കകത്തു നിന്ന്, ചില നിന്ദകൾക്കകത്തു നിന്ന്, ചില പരിഹാസങ്ങൾക്കകത്തു നിന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, ഉയർപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. യേശുവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷകൾക്കനന്തരം, ക്രൂശിക്കപ്പെട്ട അനന്തരം യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് വായിച്ച് കേൾക്കുന്നത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഏതാനും മണിക്കൂറുകൾക്ക്, ദിവസങ്ങൾക്ക് പിൻപിൽ 27-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിക്കുന്ന ഒരു കൂട്ടം അധികാരികൾ. ദൈവത്തിന് സ്തോത്രം. അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിക്കുകയും മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെക്കുകയും എന്നുവേണ്ട വാക്യങ്ങൾ 27-ന്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും കോലെടുത്ത് അവന്റെ തലയിൽ അടിക്കുകയും അവന്റെ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോകുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മണിക്കൂറുകളിൽ ആരും ആ ഒരു കാഴ്ച കാണുമ്പോൾ പറയും, ഇന്നലകളിൽ അത്ഭുതം ചെയ്തവനല്ലേ, ഇന്നലകളിൽ അടയാളം ചെയ്തവനല്ലേ, ഭയങ്കര വീര്യപ്രവൃത്തി ചെയ്തവനല്ലേ, തന്നെ താൻ രക്ഷിക്കുകയും മറ്റുള്ളവരെ രക്ഷിക്കുമെന്ന് പറയുകയും ചെയ്തവനല്ലേ, പക്ഷേ തനിക്ക് താൻ വന്ന ഒരവസ്ഥ കണ്ടില്ലയോ എന്ന് പറയത്തക്ക നിലയിൽ, കണ്ടാൽ, യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടാൽ ആളറിയാത്ത നിലയിൽ ആയിത്തീർന്നൊരു ഒരു സന്ദർഭം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ സ്തോത്രം ചമ്മട്ടി കൊണ്ടടിച്ച് അവനെ ഉഴവു ചാലുപോലെ കീറിയ സന്ദർഭം. എന്നാൽ ഇവരാരും അറിയാതെ അടുത്ത ചില മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ തന്നെ ഇതെല്ലാം നീക്കം ചെയ്ത് തേജസ്സോടെ, തുങ്കപ്രതാപത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നൊരു സുദിനമുണ്ടെന്ന് അടിച്ചവരും പരിഹസിച്ചവരും നിന്ദിച്ചവരും അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു ഭാഗം ഞാൻ പറയാം. ഒരു പക്ഷെങ്കിൽ ഇന്ന് നിന്ന കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. വളരെയേറെ നിന്ദിക്കപ്പെട്ട്, വളരെയേറെ ഒറ്റപ്പെടുത്തിക്കളഞ്ഞ്, പരിഹസിച്ച് മാറ്റി നിർത്തുന്ന ഒരു സന്ദർഭത്തിലൂടെ ആയിരിക്കാം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ വന്നു ഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ, ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എനിക്ക് വന്നു ഭവിക്കുന്നതൊക്കെ എന്താ എന്ന് ഒരു ചോദ്യചിഹ്നത്തിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ താങ്കൾ ഇന്ന് രാത്രിയിലും ഈ സമയത്ത് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ദൈവത്തെ സ്തോത്രം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഏറിയ നാൾ താങ്കൾ ആ പരിഹാസവും പേറി നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഏറിയ നാൾ ആ നിന്നയും ചുമന്ന് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, മഹത്വകരമായ ചില പ്രവൃത്തികൾ താങ്കളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഒരു പക്ഷെങ്കിൽ കൂടെ ചേർക്കേണ്ടവർ മാറ്റി നിർത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. എന്തിനാ ഈ പരിഹാസങ്ങൾ വരുന്നത്? താങ്കൾക്കൊരു വലിയ ഉയർപ്പ് വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഏറിയ ദൂഷികളും, ഏറിയ നിന്ദകളും, ഏറിയ പരിഹാസങ്ങളും, ഏറിയ കല്ലേറുകളും സ്തോത്രം താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, അസാധാരണകരമായ ഒരു ഉയർപ്പ് താങ്കളുടെ ലൈഫിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റാരുടെയും ലൈഫിൽ വെളിപ്പെടാത്തതുപോലെയുള്ളൊരു ഉയർപ്പ് താങ്കളുടെ ലൈഫിൽ കർത്താവ് ചെയ്യും. യേശു മൗനമായിരുന്ന മണിക്കൂറുകൾ, യേശു മൗനമായിരുന്നു. നിങ്ങൾ സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളാൻ പറഞ്ഞ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മണിക്കൂറുകൾ നമുക്കറിയാം. മുഖത്ത് തുപ്പിയിട്ടും മുൾക്കിരീടം
തറപ്പിച്ചിട്ടും ശരീരത്തെ ഉഴവുചാല് പോലെ കീറിയിട്ടും മൗനമായിരുന്ന മണിക്കൂറുകളിൽ അവർ മനസ്സിലാക്കാത്തതൊന്ന്, സ്വർഗം അവനു വേണ്ടി അടുത്ത ചില മണിക്കൂറുകളിൽ പെട്ടെന്ന് ശബ്ദം, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ആമേൻ കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരിക്കുന്നതും യേശുവിനെ എവിടെ അടക്കം ചെയ്തോ അവിടെ നിന്ന് ഉയർപ്പിച്ച് മഹാ അത്ഭുതമാക്കി തീർത്തൊരു കാഴ്ച അടുത്ത ചില മണിക്കൂറുകൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനുഭവിക്കുന്ന ചില നിന്ദയെ നോക്കി, പരിഹാസത്തെ നോക്കി, ഒറ്റപ്പെടലിനെ നോക്കി, ആമേൻ ദുഷികളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, അടുത്ത ചില മണിക്കൂറുകൾ, അടുത്ത ചില ദിവസങ്ങളിൽ അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി, മഹത്വകരമായ ചില ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. നാം തളർന്നു പോകരുത്, നാം തകർന്നു പോകരുത്, പുറകോട്ട് നോക്കരുത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, ഈ പരിഹാസങ്ങൾ ദൈവം അനുവദിച്ചതാണ്, ഈ നിന്ദകൾ, ദുഷികൾ ദൈവം അനുവദിച്ചതാണെന്ന് പറഞ്ഞ് കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകുക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.